സേതു എന്താ ഇങ്ങോട്ട് വന്നത്? മേരിക്ക് അവിടെ വിശേഷമൊന്നുമില്ലല്ലോ? ഇല്ല. മോൾ ഉറങ്ങിയല്ലേ? ഗിരി വാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. താൻ കഴിച്ചില്ലേ? ഗിരി വരാതെ ഞാൻ കഴിക്കോ? എനിക്കെന്തോ വിശപ്പില്ല. വിശപ്പില്ലാതിരിക്കാൻ എന്തു പറ്റി? എന്താണെന്നറിയില്ല. ഞാനൊന്ന് കിടക്കട്ടെ. എന്ത് തീരുമാനിച്ചു മിസ്റ്റർ സേതുനാഥ്? അത് ഇക്സി ട്രീറ്റ്മെന്റിന് എനിക്ക് സമ്മതമാണ് ഡോക്ടർ. ഞാനൊരു ഡോണറെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോണറെ സെലക്ട് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ചു വേണം. ഫ്യൂച്ചറിൽ എന്തെങ്കിലും തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവാതെ നോക്കണം. ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഡോക്ടർ. എനിക്ക് ഏറ്റവും വിശ്വസ്തനായ ഒരാളാണ് വരുന്നത്. അല്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. സേതു ആണ് ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത്. പിന്നെ മറ്റാരും ഇതൊന്നും അറിയാനിട വരരുത് ഡോക്ടർ. ആരും ഒന്നും അറിയില്ല. ഇക്കാര്യത്തിൽ എന്നെ പരിപൂർണമായി വിശ്വസിക്കാം. അച്ഛനെ നേരത്തെ വരണം കേട്ടോ. എന്താ മോളൂട്ടി? നമുക്ക് മമ്മിയുടെ അടുത്ത് പോണ്ടേ? നമ്മൾ എന്തിനാ എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നത്? വാവി കാണണ്ടേ? നന്ദൂട്ടി പറയുന്നത് കേട്ടോ ഗിരി? വാവേ കാണണമെങ്കിലേ ഇനി ഒരുപാട് ദിവസം കഴിയണം. കേറ്. ഹലോ ഗിരി, ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാ. നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാ. എത്രയും പെട്ടെന്ന് വരണം. ശരി. ഡോക്ടർ. സേതുനാഥോ? ഡോണർ എത്തിയോ? എത്തി ഡോക്ടർ. ഗുഡ്. ഇക്സി ട്രീറ്റ്മെന്റിനെ കുറിച്ച് സേതു വൈഫിനോട് സംസാരിക്കണം. അവരുടെ സമ്മതത്തോടെ വേണം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ. ശരി ഡോക്ടർ. ദാറ്റ്സ് ഗുഡ്.
എങ്ങോട്ടാ പോയത്? ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്താ സേതുവേട്ടാ മുഖത്തൊരു ടെൻഷൻ പോലെ? ഇന്നലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. മറ്റുള്ളവരുടെ മുഖത്ത് കാണുന്ന പോലൊരു സന്തോഷം സേതുവേട്ടന്റെ മുഖത്തില്ല. നമ്മുടെ എത്രയോ വർഷത്തെ പ്രാർത്ഥനയുടെയും വഴിപാടിന്റെയും ഫലമാ സേതുവേട്ടാ നമുക്കിപ്പോ ലഭിച്ചിരിക്കുന്നത്. താൻ വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടണ്ട. എന്റെ മനസ്സിലൊന്നുമില്ല. അത് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്താണെങ്കിലും പറയേ. നമ്മള് തമ്മിൽ ഇതുവരെ ഒരു രഹസ്യവും പറയാതിരുന്നിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും എന്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ. താൻ വെറുതെ ഓരോന്ന് ആലോചിക്കുന്നുണ്ട് തോന്നുന്ന. സേതുവേട്ടന്റെ മനസ്സിൽ സന്തോഷമില്ലെന്ന് തോന്നിയതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞത്. എനിക്ക് സന്തോഷമില്ലാതിരിക്കോടോ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമല്ലേ സാക്ഷാത്കരിക്കാൻ പോകുന്നത്. നമ്മുടെ മാത്രമായൊരു കുഞ്ഞ്, തന്നെ അമ്മയെന്ന് വിളിക്കാൻ, നമുക്ക് ലാളിക്കാനും സ്നേഹിക്കാനും നമ്മുടെ കുഞ്ഞ്. ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യോടെ നമുക്കുണ്ടാകാൻ പോകുന്നത്. അച്ഛൻ ഉറങ്ങുവാണോ? അല്ല മോളെ, അച്ഛന് തലവേദനിക്കുന്നു. ഞാനിപ്പോ ബാമ്പരട്ടി തരാം. ഇപ്പൊ കുറഞ്ഞു വച്ചാ. ദാ, ചായ കുടിക്ക. പകല് മുഴുവൻ കൺസ്ട്രക്ഷൻ സൈറ്റിൽ നിന്ന് വെയിൽ കൊണ്ടിട്ടായി തലവേദന. കുറച്ചേരം റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ. ഇത് കുടിച്ചിട്ട് കിടക്ക്. അമ്മേ അമ്മേ, നമ്മുടെ ക്ലാസ്സിൽ ആദരിക്കൊരു കുഞ്ഞനിയനുണ്ടായി. എനിക്ക് എന്നാ അമ്മേ ഒരു അനിയൻ വാവ ഉണ്ടാവുന്നത്? മോള് ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുറച്ചേരം കിടക്കട്ടെ. ആ, നീ പോയി ഡ്രസ്സൊക്കെ മാറ്, എന്നിട്ട് പാലെടുത്ത് കുടിക്ക. എക്സ്ക്യൂസ് മീ, യെസ്, ഡോക്ടർ ക്രിസ്റ്റി. ജസ്റ്റ് മിനിറ്റ്. ആ, ഡോക്ടർ. ഡോണ്ട് വറി, ഭയപ്പെടാനൊന്നുമില്ല. എവറിത്തിങ് ഇസ് ഓക്കെ. മീര പ്രഗ്നന്റ് ആണ്. മറ്റൊരു കോംപ്ലിക്കേഷൻസും ഇല്ല. താങ്ക് യു ഡോക്ടർ. നന്ദി പറയേണ്ടത് ഈശ്വരനോടാണ്. ഒരു ജീവൻ ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നത് ദൈവത്തിന്റെ തീരുമാനം അനുസരിച്ചാ. ഞങ്ങൾ ഡോക്ടേഴ്സ് അതിനൊരു കാരണമാകുന്നു എന്നേ ഉള്ളൂ. എന്റെ മീരയുടെ മുമ്പിൽ ഡോക്ടർ ഈശ്വര തുല്യനാണ്. സത്യം പറഞ്ഞ എല്ലാ പ്രതീക്ഷകളും കൈവിട്ട നേരത്താണ് ഡോക്ടർ ഇങ്ങനെ ഒരു പ്രതീക്ഷ നൽകിയത്. ഇനി കഴിഞ്ഞതൊക്കെ മറക്കാം. മിസ്റ്റർ സേതുനാഥ് ഒരു അച്ഛനാകാൻ പോകുന്നു. മീര അമ്മയും. ഒരു നല്ല കുഞ്ഞിനെ ദൈവം നിങ്ങൾക്ക് തരും.